സുധാമൂർത്തി എഴുതിയിട്ടുള്ള ഹൊരഗല്ലു എന്നുള്ള സ്റ്റോറിയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പൊ സുധാമൂർത്തി ആരാന്ന് ആദ്യം പറയാം. സുധാമൂർത്തി വാസ് ബോൺ ഇൻ 1950 അറ്റ് ഷിഗാവൺ അറ്റ് നോർത്ത് കർണാടക. നോർത്ത് കർണാടകയിലെ ഷിഗാവൺ എന്ന് പറയുന്ന സ്ഥലത്ത് 1950 സുധാമൂർത്തി ജനിച്ചു. ഇവരൊരു മാസ്റ്റർ ഗ്രാജുവേറ്റ് ആണ് കമ്പ്യൂട്ടർ സയൻസിൽ, ടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ്. അതുപോലെ തന്നെ എന്താണ്, കമ്പ്യൂട്ടർ സയൻസ് ടീച്ചറാണ്, പ്രൊഫസറാണ്. അതുപോലെ തന്നെ എന്താണ്, വളരെ ഒരു പ്രൊഫലിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് കന്നഡ റൈറ്ററും കൂടിയാണ്. ഓക്കെ, ഒരുപാട് നോവൽസ്, ഷോർട്ട് സ്റ്റോറീസ് ഒക്കെ എഴുതിയിട്ടുള്ളവരാണ്. ഈ ഹൊരഗല്ലു എന്നുള്ള ഷോർട്ട് സ്റ്റോറി എടുത്തിട്ടുള്ളത് ദ ഓൾഡ് മാൻ ആൻഡ് ഹിസ് ഗോഡ് ഡിസ്കവറിംഗ് ദ സ്പിരിറ്റ് ഓഫ് ഇന്ത്യ എന്നുള്ള 2006 എഴുതിയിട്ടുള്ള പെൻഗിൻ ബുക്സ് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ബുക്കിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ഹൊരഗല്ലു എന്ന് പറയുന്നത് ഒരു കന്നഡ വേർഡാണ്. അത് നമുക്ക് അതിന്റെ മീനിങ് ഒക്കെ ചേർത്ത് ഈ ഒരു സ്റ്റോറിയിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ ഹൊരഗല്ലു വായിക്കാം. ഹോട്ട് സമ്മർ ഡേയ്സ് റിമൈൻഡ് മീ ഓഫ് മൈ ചൈൽഡ്ഹുഡ് ഇൻ എ ലിറ്റിൽ വില്ലേജ്. There was a large banyan tree right in the middle of the village, and I would spend many hours playing under it during my holidays. The tree was like a massive umbrella with branches providing much needed shade and succor. Travelers spent sometimes sitting under it and catching their breath before going on their way. To make them comfortable, there was a horegallu under the tree. Horegallu literally means a stone that can bear weight. It was a large flat stone placed horizontally over two vertical ones, thus making a stone bench on which anyone could sit and rest a while, chat with a fellow traveler, and exchange news of the road. Cool water would be kept in the earth pot near the bench, and people could quench their first thirst before starting their journey again. I'm sure the Horegallu in our village holds a special memories for me, as it is extricably linked with my grandfather. നമുക്ക് അത്ര വരെ ഒന്ന് പറയാം. അപ്പോൾ ഹോട്ട് സമ്മർ ഡേയ്സ്, ഇപ്പോൾ നല്ല ചൂടുള്ള സമയം കാണുമ്പോൾ എനിക്ക് എൻ്റെ ചൈൽഡ്ഹുഡാണ് ഓർമ്മ വരുന്നത്. ആ കുഞ്ഞു വില്ലേജിലെ ചൈൽഡ്ഹുഡാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അവിടെ വലിയൊരു ആൽമരമുണ്ട്. ആ ചിത്രത്തിൽ കാണുന്ന പോലെ വലിയൊരു ആൽമരമുണ്ട്. അവിടെ എന്താണ്, അതിന്റെ അടിയിലാണ് ഞങ്ങൾ മണിക്കൂറുകളോളം കളിച്ചിരുന്നത്. ഞങ്ങളുടെ ഒഴിവ് ദിവസങ്ങളിൽ മണിക്കൂറുകളോളം ഞങ്ങൾ അവിടെ കളിച്ചിരുന്നു. അതുപോലെ തന്നെ ആ മരം ഒരു അമ്പർല പോലെ, ആ ആൽമരം കണ്ടിട്ടില്ല, ഇങ്ങനെ പടർന്നാ നിൽക്കുക. അതിന്റെ അടിയിൽ എത്ര പേർക്ക് വേണമെങ്കിൽ നിൽക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ മാസീവ് അമ്പർലയായിട്ട് അതിന്റെ ബ്രാഞ്ചസ് ഒക്കെ, അതിന്റെ ശാഖകളൊക്കെ നീണ്ട് ഒരുപാട് പേർക്ക് നിൽക്കാൻ പാകത്തിനുള്ള എന്താണ് ഷെയ്ഡ്, തണൽ അത് ഒരുക്കുന്നുണ്ട്. ഒപ്പം തന്നെ എന്താണ്, ഒരു കൂൾ എഫക്റ്റും കൂടിയാണെന്ന് പറയാണ്. അപ്പൊ ആ വഴി പോകുന്ന ട്രാവലേഴ്സ് എന്ത് ചെയ്യും, അവിടെ ഇരിക്കും. ട്രാവലേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, നടന്ന് ക്ഷീണിച്ച് വരുന്ന ആൾക്കാരാണ്. അവരെന്ത് ചെയ്യും, അവിടെ ഇരുന്ന് ക്യാച്ചിങ് ദെയർ ബ്രെത്ത്, എന്താണ്, അവരുടെ ശ്വാസം വീണ്ടെടുക്കാൻ ശ്രമിക്കും. അവര് പോകുന്ന വഴിയിൽ അവരെ കംഫർട്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു കല്ലുണ്ട്. നമ്മളിപ്പോ ആൽത്തറ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ആൽത്തറയുടെ സെറ്റപ്പ് ഉണ്ട് അവിടെ. അപ്പൊ ഹൊരഗല്ലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്ററലി ഇറ്റ്സ് മീനിങ് ആസ് എ സ്റ്റോൺ ദാറ്റ് ക്യാൻ ബെയർ വെയിറ്റ്. എന്താണ്, വെയിറ്റ് താങ്ങാൻ പറ്റുന്ന ഒരു കല്ല് എന്നാണ് ഹൊരഗല്ലുവിന്റെ അർത്ഥം. കന്നഡ വാക്കാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം എന്നാണ്, വെയിറ്റ് പൊക്കാൻ പറ്റുന്നത്. സോ അതെന്താണ്, രണ്ട് കല്ലുകൾ നിർത്തിയിട്ട് അതിന്റെ മുകളിലൊരു വലിയ എന്താണ്, ഒരു സ്റ്റോൺ ബെഞ്ച്, രണ്ട് കല്ല് വെച്ചിട്ട് നമ്മളൊരു ബെഞ്ച് ഉണ്ടാക്കുന്ന പോലെ കല്ലുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമാണത്. അവിടെ ആ വഴി പോകുന്ന ആർക്ക് വേണമെങ്കിലും ഇരിക്കാം. എന്നിട്ട് അവിടെ ഇരിക്കുന്ന അടുത്ത് വേറെ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ അവരോട് സ്റ്റോറീസ് പറയാം, അവരുടെ അനുഭവങ്ങൾ പറയാം. അങ്ങനെ എന്താണ്, ന്യൂസസ് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പോകുമ്പോഴുള്ള അനുഭവങ്ങളൊക്കെ അവിടെ ഇരുന്ന് പറയാനും ഒക്കെ പറ്റും. അതുപോലെ തന്നെ അതിന്റെ അടുത്ത് തന്നെ ഒരു ഒരു മഡ് പോട്ട് ഉണ്ട്. മഡ് പോട്ട് എന്താണ്, ഒരു മണ്ണ് കൊണ്ടുള്ള ഒരു കുടമുണ്ട്. ആ കുടത്തിൽ എന്താണ്, നല്ല തണുത്ത വെള്ളം കിട്ടും. എർത്തൻ പോട്ട്സ് എന്ന് പറഞ്ഞാൽ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ ചട്ടി. ആ കൂനയില് വെള്ളം ഉണ്ടാവും. അത് വേണമെന്നവർക്ക് കുടിച്ചിട്ട് അവരുടെ ദാഹം മാറ്റി വീണ്ടും യാത്ര തുടരാം. I'm sure similar simple arrangement can be found in the villages all over the country. എന്നിട്ട് അവർ പറയാണ്, നമ്മളോട് സുധാമൂർത്തി പറയാണ്, ഞാൻ ആഗ്രഹിക്കുകയാണ് എന്താണ്, ഇതുപോലെയുള്ള സിമ്പിൾ അറേഞ്ച്മെന്റുകൾ നമ്മുടെ വില്ലേജസിലൊക്കെ, നമ്മുടെ രാജ്യത്തിന്റെ
പല മുക്കിലും മൂലയിലൊക്കെ ഉണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ എന്താണ് എല്ലായിടത്തും ഉണ്ടാവും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റാൻസ. The Horegallu in our village holds special memories for me as it is extricably linked with my grandfather. He was retired school teacher and would spend hours every day sitting under the banyan tree and talking to those resting there. When I would get tired of playing, I would sit next to him and observe the people he was speaking and listen to their conversations. Most of them were villagers taking a breath from their work in the fields nearby. They had to walk long distance each day, carrying heavy burdens on their heads. Tired out by the heat, they would drink cool water, wash their faces with it. The chat with grandfather. Their conversation would be about their daily lives and worries. ഈ സ്റ്റാൻസ നമുക്ക് പറയാം. ഹൊറഗളു എന്താണ്? ആ ഹൊറഗളുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വില്ലേജിലെ നല്ല ഓർമ്മകളാണ് വരുന്നത്. അതെന്റെ മുത്തശ്ശനുമായിട്ട് കണക്റ്റഡ് ആണെന്നാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നു, എൻ്റെ മുത്തശ്ശൻ ഒരു എന്താണ് റിട്ടയർഡ് സ്കൂൾ ടീച്ചറാണ്. എൻ്റെ മുത്തശ്ശൻ എന്ന് പറയുന്നത് ഒരു റിട്ടയർ ആയിട്ടുള്ള സ്കൂൾ മാഷാണ്. അദ്ദേഹം എന്ത് ചെയ്യും, അവിടെ മണിക്കൂറുകളോളം ചെലവഴിക്കും. മാത്രമല്ല അവിടെ ഇരുന്ന് എന്താണ് അവിടെ പോകുന്ന ആൾക്കാരോടൊക്കെ സംസാരിക്കും, അവിടെ ഇരുന്ന് വർത്താനങ്ങൾ പറയും. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന മുത്തശ്ശനാണ് സുധാമൂർത്തിയുടേത്. അങ്ങനെ ഇവരും ആ മരത്തിന്റെ ഇടയിൽ കളിക്കും, സുധാമൂർത്തിയും കൂട്ടുകാരൊക്കെ. അപ്പോൾ അവിടെ ഇരുന്ന് കളിച്ച് മടുക്കുമ്പോൾ എന്ത് ചെയ്യും, അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് സുധാമൂർത്തി ഇരിക്കും. നമ്മുടെ ഓദർ പോയിട്ട് ഗ്രാൻഡ് ഫാദറിന്റെ അടുത്ത് പോയിട്ട് ഇരിക്കും. ഇരുന്നിട്ട് എന്താണ് ചെയ്യുന്നത്, കുറെ നേരം കളിച്ച് ക്ഷീണിച്ചിരിക്കുമ്പോൾ അതിൽ പോകുന്ന ആൾക്കാരുടെ കഥകളൊക്കെ ഒബ്സർവ് ചെയ്യും. ഇവരെന്താണ് പറയുന്നത്. ഈ സ്കൂൾ ടീച്ചറായിട്ടുള്ള ഗ്രാൻഡ് ഫാദർ അവിടെ വരുന്നവരോടൊക്കെ സംസാരിക്കുമായിരുന്നു, അവിടെ വന്നിരിക്കുന്നവരോടൊക്കെ. അത് ഇടക്കെന്താണ് കളിക്കുന്ന ക്ഷീണത്തില് ഇടയില് സുധാമൂർത്തി അതായത് ഓദറും അവിടെ ഇരുന്ന് ഇതൊക്കെ കേൾക്കാൻ ഇടയാവും. എന്നിട്ട് പറയാണ് ആരൊക്കെയാണ് അവിടെ വരുന്നതെന്ന് നോക്കാം. മോസ്റ്റ് ഓഫ് ദം വെർ വില്ലേജേഴ്സ്. അപ്പൊ അവിടെ തന്നെയുള്ള നാട്ടുകാരാണ് അവിടെ വരാറ്. എന്താണ്, അവിടെ കുറെ വയലുകളുണ്ട്. ഈ ബനിയാൻ ട്രീന്റെ അടുത്ത് തന്നെ ഒരുപാട് വയലുകളുണ്ട്. അവിടെ ജോലി ചെയ്യുന്ന ആ വില്ലേജേഴ്സ് ആണ് ഇവിടെ വന്നിരിക്കാറ്. അവരെന്താണ് ഒരുപാട് ദൂരം ഒരു ദിവസം നടക്കുന്നുണ്ടാവും, വലിയ വലിയ ബേർഡൻസും ആയിട്ട്. ബേർഡന് നമുക്കിവിടെ പല അർത്ഥം കൊടുക്കാം. ബേർഡൻ എന്ന് പറയുമ്പോൾ ജീവിതത്തിലെ പ്രശ്നങ്ങളായിട്ട് നമുക്ക് കണക്കാക്കാം, അതുപോലെ തന്നെ ജോലിഭാരം എന്നുള്ള അർത്ഥത്തിൽ എടുക്കാം. അങ്ങനെ ഹെവി ബേർഡൻസ് തലച്ചുമടൊക്കെ ആയിട്ട് അവർ പോവായിരിക്കും. അങ്ങനെ എന്താവും, ഈ ചൂട് കൊണ്ട്, സമ്മർ ഡേയ്സ് ആയതുകൊണ്ട് തന്നെ നല്ല ചൂടായിരിക്കും. ആ ചൂടിനിടയിൽ ബ്രേക്കിൽ അവരവിടെ വന്നിരിക്കും, ഈ തണുത്ത വെള്ളം കുടിക്കും, മുഖം കഴുകും, അതേപോലെ തന്നെ ഗ്രാൻഡ് ഫാദറുമായിട്ട് സംസാരിക്കും. ഓക്കെ, അപ്പോൾ ഇതിലെ മിക്ക കോൺവെർസേഷൻ എന്ന് പറയുന്നതും അവരുടെ ഡെയിലി ലൈഫ്സിനെ കുറിച്ചും അതേപോലെ തന്നെ ഡെയിലി എന്താണ് വറീസ്, ഈ ഓരോ വില്ലേജറും വന്ന് സംസാരിക്കുന്നത് അവരുടെ നിത്യജീവിതത്തിലെ കാര്യങ്ങളും അതേപോലെ തന്നെ അവരുടെ വിഷമങ്ങളും ആയിരിക്കും. Master Ji, this summer has been so hot. I have never seen such dry weather. Or Master Ji, it is getting difficult for me to carry these large loads on my head. Thank God for this Horegallu. I wish my son would help, but he only wants to go to the city. They spoke about the difficulties they lived with. My grandfather could only listen to them. Just talking to him seemed to refresh them for the journey. After some time, they would pick up their burdens with some ease to go on their way. The Horegallu was an important feature in their lives, and as a child, I would often not understand why they blessed it so often for being there. After all, it was only a stone bench. It was my grandfather who told me, child, a Horegallu is essential in any journey. We all carry our burdens according to our situations and capacities. But once in a while, we need to stop, put down the burdens and rest. Only then can we refreshed enough to pick up the road once more. The Horegallu gives everyone that opportunity to do so. It helps people to regain their strength. എന്താ പറയുന്നേ, അപ്പൊ അവിടെ വരുന്ന ആൾക്കാർ സംസാരിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അടുത്തത് മാസ്റ്റർ ജി, അതായത് അദ്ദേഹം ഒരു അധ്യാപകനായതുകൊണ്ട് മുത്തശ്ശൻ എങ്ങനെയാ വിളിക്കുന്ന എല്ലാവരും മാസ്റ്റർ ജി എന്നാണ്. അപ്പൊ മാസ്റ്റർ ജി, ഈ സമ്മർ വളരെ ചൂടുള്ളതാണ് അല്ലെ, ഈ ഭയങ്കര ഉഷ്ണാണല്ലേ ഇന്ന് എന്നുള്ളൊരു ചോദ്യം വരും.
അല്ലെങ്കിൽ എന്താ ചോദിക്കുക, ഇറ്റ്സ് ഗെറ്റിംഗ് ഡിഫിക്കൾട്ട് ടു മീ ടു ക്യാരി ദ ലാർജ് ലോഡ്സ് ഓൺ മൈ ഹെഡ്. അല്ലെങ്കിൽ മാസ്റ്റർ ജി, ഈ കെട്ടുകളൊക്കെ ഭയങ്കര വെയിറ്റ് ആണ്, എനക്ക് പൊക്കാൻ പറ്റാത്ത രീതിയിലാണെന്ന് ആര് പറയും? ഇവിടെ വരുന്ന വില്ലേജേഴ്സ് ഒക്കെ പറയും. അപ്പോൾ എന്നിട്ട് അവര് കൂടെ എന്തും കൂടി പറയും, താങ്ക് ഫോർ ദി ഹൊരഗല്ലു, ഈ കല്ലിന് ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സെറ്റപ്പിന് താങ്ക് യു. കാരണം എന്താണ്, അതില്ലെങ്കിൽ എന്താണ്, നമുക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ലായിരുന്നു, ഇത് കൂടുതൽ ഹെവി ലോഡായിട്ട് മാറുമായിരുന്നു എന്ന്. എന്നിട്ട് അതിലൊരു വില്ലേജർ പറയാണ്, ഐ വിഷ് മൈ സൺ വുഡ് ഹെൽപ്പ് ബട്ട് ഓൺലി ഹി വാണ്ട്സ് ടു ഗോ ടു ദ സിറ്റി. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു യൂത്തിനെ നമുക്കിവിടെ കാണാൻ പറ്റും. അതായത് ഈ വില്ലേജർ ഇങ്ങനെ പല ലോഡും എടുത്ത് അവിടെ വിഷമിച്ച് ഇങ്ങനെ സങ്കടത്തിൽ എന്താണ് തനിക്ക് വയ്യാണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറയാണ്, എന്റെ മകന് എന്നെ ഹെൽപ്പ് ചെയ്യണം, എന്റെ മകൻ എന്നെ ഹെൽപ്പ് ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എന്റെ മകൻ എപ്പോഴും ടൗണിലേക്ക് പോവാനാണ് ആഗ്രഹം, സിറ്റിയിലേക്ക് പോവാനാണ് ഇഷ്ടം, അല്ലാണ്ട് എന്റെ കൂടെ ഇങ്ങനെ ഗ്രാമങ്ങളിൽ ജീവിക്കാൻ ഇഷ്ടമില്ല എന്ന് പറയാണ്. ദേ സ്പോക്ക് അബൌട്ട് ഡിഫിക്കൽട്ടീസ് ദേ ലിവ്ഡ് വിത്ത്. അപ്പൊ എന്താണ്, അതേ ഇങ്ങനെ ഓരോ വ്യക്തികളും പറയുന്നത് അവര് ജീവിക്കുന്ന സാഹചര്യത്തിലെ വിഷമങ്ങളും കഷ്ടതകളായിരിക്കും മാസ്റ്റർ ജി ആയിട്ട്, അതായത് ഗ്രാൻഡ് ഫാദറിനായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഗ്രാൻഡ് ഫാദർ എന്താ ചെയ്യാ, മിണ്ടാണ്ട് ഇതൊക്കെ കേട്ടിരിക്കും. മൈ ഗ്രാൻഡ് ഫാദർ കുഡ് ഓൺലി ലിസൺ ടു ദെം ബട്ട് ജസ്റ്റ് ടോക്കിംഗ് ഹിം ടു സീം ടു റിഫ്രഷ് ദെം ഫോർ ദ ജേർണി. അപ്പൊ എന്താണ്, സുധാമൂർത്തിയുടെ ഗ്രാൻഡ് ഫാദർ ഇങ്ങനെ കേട്ടിരിക്കുകയുള്ളൂ, ഇങ്ങനെയൊക്കെയാണോ സംഭവം എന്നുള്ള രീതിയിൽ കേൾക്കുക മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പൊ എന്നിട്ട് എന്താണ്, കുറച്ച് സമയം കഴിയുമ്പോൾ ഈ ഇരിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യുക, അവരുടെ ലോഡും എടുത്തിട്ട് ഓക്കെ റിലാക്സ് ആയി എന്നുള്ള അർത്ഥത്തിൽ അവിടുന്ന് പോകും. മാസ്റ്റർ ജി ഇതൊക്കെ എപ്പോഴും കേട്ടോണ്ടിരിക്കും, അതായത് ഗ്രാൻഡ് ഫാദർ കേട്ടോണ്ടിരിക്കും. അപ്പൊ ഇവിടെ പറയാണ്, ദ ഹൊറഗല്ലു വാസ് ആൻ ഇമ്പോർട്ടന്റ് ഫീച്ചർ ഇൻ ദെയർ ലൈഫ്. അപ്പോൾ അവർ ഈ ലോഡ് എടുത്ത് പോകുന്ന ആൾക്കാർ, മാസ്റ്റർ ജി ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാർക്ക് ഈ ഹൊറഗല്ലു എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്താണ്, എത്ര ഭാരങ്ങൾ ഉണ്ടെങ്കിലും അവിടെ ഒന്ന് ഇറക്കി വെച്ച് അവർക്ക് എന്താണ് വീണ്ടും മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അതിപ്പോ വെറും ഒരു സ്റ്റോൺ ബെഞ്ച് അല്ല. ഗ്രാൻഡ് ഫാദർ ഈ ചൈൽഡിനോട്, സുധാമൂർത്തിയോടായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം. എന്താണ്, ചൈൽഡ്, എ ഹൊറഗല്ലു ഇസ് എസെൻഷ്യൽ ഇൻ എനി ജേർണി. മോളെ, എന്താണ് ഇത് ജീവിതത്തിലെ ഈ ഹൊറഗല്ലു എന്ന് പറയുന്നത് ജീവിതത്തിൽ പ്രധാനമാണ്, സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ്, ഇവിടെ ഒരു സ്റ്റോൺ ബെഞ്ച് എന്നുള്ള അർത്ഥത്തിലല്ല അദ്ദേഹം ഉദ്ദേശിക്കുന്നത്, അതിന് പല അർത്ഥങ്ങളുണ്ട്. എന്താണ്, ഇങ്ങനെ നടന്നു പോകുന്ന ആൾക്കാർ ഒരുപാട് ടയേർഡ് ആവുന്നുണ്ട്, അവർക്ക് അതെന്താണ് ഒരു സമാധാനമാണ്, ഒന്ന് റിലാക്സ് ആവാനും തന്റെ കഥകൾ കേൾക്കാൻ ഒരാളിരിക്കുന്നതും അതുവഴി ഒരുപാട് ഈസിനെസ് ആയിട്ടാണ് അവർ പോകുന്നത്. അപ്പൊ ഇദ്ദേഹം പറയാണ്, ഗ്രാൻഡ് ഫാദർ കുട്ടിയോട് പറയാണ്, എല്ലാവരുടെ ജീവിതത്തിലും ഹൊറഗല്ലുവിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം എന്താണ്, നമ്മുടെ വിഷമങ്ങൾ ഇറക്കി വെക്കാനും അവിടെ സോൾവ് ചെയ്യാനും ഒന്നും കൂടെ റിഫ്രഷ് ആവാനും ഒന്നും കൂടി പുതിയതായിട്ട് നമുക്ക് ഈ ബേർഡൻസുമായിട്ട് മുന്നോട്ട് പോകാനും ജീവിക്കാനുള്ള ഒരു ഊർജം ഈ പറയുന്ന ഹൊറഗല്ലു തരും എന്നാണ് പറയുന്നത്. The Horegallu gives everyone that opportunity to do so. It helps people to regain their strength. എന്താണ്, അതെന്തിനു സഹായിക്കുന്നു? ടു റീഗെയിൻ ദെയർ സ്ട്രെങ്ത്, അവരുടെ ശക്തി തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഹൊറഗല്ലു സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റാൻസ. Later on in life, I got to see something that reminded me that such stone bench once again. I was working in Bombay, now Mumbai. One of my colleagues, Ratna, was a senior clerk, middle-aged and always smiling. She had done her graduation and been working in the company for nearly 25 years. She went about her repetitive, mundane work with an infectious cheerfulness. ഓക്കെ, ഇവിടെ പറയുന്നത് ഒരു ക്യാരക്ടർ സ്കെച്ചിന് വേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് നോട്ട് ചെയ്യുക, ഒപ്പം തന്നെ അത് മനസ്സിലാക്കുക. എന്താണ്, ലേറ്റർ ഓൺ മൈ ലൈഫ്. അപ്പൊ സുധാമൂർത്തി എന്ത് ചെയ്തു, കുട്ടിയായിരുന്നപ്പോഴുള്ള കാര്യമാണ് ഇത്രയും നേരം പറഞ്ഞത്. ഇനി വലുതായതിനു ശേഷം അവര് ബോംബെയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോഴാണ് ഈ ഹൊറഗല്ലുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ വീണ്ടും വരുത്തക്ക രീതിയിൽ ഒരാളെ പരിചയപ്പെടുന്നത്. വൺ ഓഫ് മൈ കൊളീഗ്സ്, ഇവരുടെ സഹപ്രവർത്തകയായിട്ടുള്ള ഒരാളാണ് രത്ന എന്ന് പറയുന്നത്. രത്ന ആരാണ്? ഒരു സീനിയർ ക്ലർക്കാണ്, മിഡിൽ ഏജ്ഡ് ആണ്, ഒപ്പം തന്നെ എന്താണ് എപ്പോഴും ഒരു സ്മൈലിംഗ് ഫേസുമായിട്ട് നടക്കുന്ന ഒരാളാണ്. എന്താണ്, ഗ്രാജുവേഷൻ കഴിഞ്ഞ ആളാണ്, ഒപ്പം തന്നെ എന്താണ് 25 വർഷമായിട്ട് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു വുമൺ ആണ്. എന്താണ് 25 വർഷം ഒരേ ജോലി ചെയ്യാന്ന് വെച്ചാൽ അത് ഭയങ്കര റെപ്പറ്റേറ്റീവ് ആണ്. എന്താണ്, ഒപ്പം തന്നെ നമ്മളെ മടിപിടിപ്പിക്കുന്ന വർക്കാണ്.
അതുപോലെ തന്നെ എന്താണ്, എന്നിരുന്നാലും അവർ വളരെ ചിയർഫുള്ളായിട്ട് എപ്പോഴും സന്തോഷത്തോടെയാണ് നമുക്ക് കാണാൻ സാധിക്കുക എന്നാണ് പറയുന്നത്. എവറി ഡേ ഡ്യൂറിങ് ദ ലഞ്ച് അവർ ഷി വുഡ് സിറ്റ് with some person in one of the rooms, and they would have long chats. I would often wonder what they talked about. One day I finally asked her, Ratna, what do you talk with each person the whole lunch hour? Ratna smiled said simply, they share their troubles with me. എന്താണ് അപ്പോൾ ചോദിക്കും, ഓരോ ദിവസവും ഈ ലഞ്ച് അവർ എന്ന് പറയുന്ന ഒരു സമയമുണ്ടല്ലോ, ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ ബ്രേക്ക് ഉണ്ടാവും. ആ ബ്രേക്കിൽ എല്ലാ ദിവസത്തെ ബ്രേക്കിലും ഈ രത്ന എപ്പോഴും ഏതെങ്കിലും ഒരു ആളുമായിട്ട് ഒരു റൂമിൽ ഇരുന്നിട്ട് സംസാരിക്കുന്ന കാണാം. വളരെ ലോങ് ചാറ്റ് ആയിരിക്കും, ഒരുപാട് നേരം സംസാരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് സുധാമൂർത്തിക്ക് പറ്റിയിരുന്നു. രത്ന എപ്പോഴും സംസാരിക്കുന്നുണ്ടാവും. അപ്പോ ഇത് ഡെയിലി കണ്ട് ഒരു ദിവസം സുധാമൂർത്തി രത്നയോട് ചോദിച്ചു, എന്താണ്, വാട്ട് ഡു യു ടോക്ക് വിത്ത് ഈച്ച് പേഴ്സൺ ഫോർ എ ഹോൾ ലഞ്ച് അവർ? നിങ്ങൾ എന്താണ് ഓരോ ദിവസവും ഓരോ വ്യക്തിയോട് ഈ ലഞ്ച് അവർ മൊത്തം സംസാരിക്കുന്നത്? ആ സമയത്ത് രത്ന ചിരിച്ചുകൊണ്ട് ഒരു സിമ്പിൾ റിപ്ലൈ കൊടുത്തു, ദേ ഷെയർ ദെയർ ട്രബിൾസ് വിത്ത് മീ. അവരവരുടെ പ്രശ്നങ്ങൾ എന്നോട് ഷെയർ ചെയ്യുന്നാണ് രത്ന മറുപടി കൊടുത്തത്. നെക്സ്റ്റ്, but how can you solve the troubles of so many people? Do you always have an answer for them? No, I only listen. But that is enough. That solves the problem. I was young and incredulous, such as a simplistic outlook, but Ratna answered with the same patience and affection that she must have used with all colleagues. I'm not a trained counselor or an intellectual. No one can solve your problem. You have to do it yourself. ഓക്കെ, ഈ സ്റ്റാൻസ പറയാം. അതായത് വീണ്ടും ചോദിക്കുകയാണ്, സുധാമൂർത്തി ചോദ്യം ചോദിക്കുകയാണ്, ബട്ട് ഹൗ ക്യാൻ യു സോൾവ് ദ ട്രബിൾസ് ഓഫ് സോ മെനി പീപ്പിൾ? ഡു യു ഓൾവേസ് ഹാവ് എൻ ആൻസർ ഫോർ ദം? നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയും പേരുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റുക? ഇല്ലെങ്കിൽ നിങ്ങൾക്കത് പറ്റുമോ? മാത്രമല്ല, നിങ്ങൾ ഇവർക്കൊക്കെ എന്ത് ഉത്തരമാണ് കൊടുക്കുന്നതെന്നാണ് ചോദിച്ചത്. അപ്പോൾ രത്ന മറുപടി പറഞ്ഞു, ഇല്ല, ഞാൻ കേൾക്കാറ് മാത്രമാണ് ചെയ്യുന്നത്. അപ്പൊ വീണ്ടും ചോദിക്കുകയാണ്, ഇസ് ദാറ്റ് ഇനഫ്? അത് മതിയോ? അത്ര ചെയ്താൽ മതിയോ? ദാറ്റ് സോൾവ്സ് ദ പ്രോബ്ലം. അതിന് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ കേട്ടത് കൊണ്ട് അവരുടെ പ്രോബ്ലം സോൾവ് ആവോ? അപ്പോ എന്താണ്, എന്നെ കാണാൻ ആ സമയത്ത് എങ്ങനെയുണ്ടെന്നാ പറയുന്നത്, യങ് ആൻഡ് ഇൻക്രെഡുലസ്, സച്ച് എ സിംപ്ലിസ്റ്റിക് ഔട്ട്ലുക്ക്. അപ്പൊ രത്ന ആൻസർ കൊടുക്കുന്നത് അതേ സമാധാനത്തോടു കൂടിയിട്ട്, അതേ അഫെക്ഷനോട് കൂടിയിട്ട് ഉത്തരം കൊടുക്കാണ് തന്റെ കൊളീഗിന്. ഐ എം നോട്ട് എ ട്രെയിൻഡ് കൗൺസിലർ or an intellectual. No one can solve your problem. You have to do it yourself. അപ്പൊ പറയാണ്, ഞാനൊരു ട്രെയിൻഡ് കൗൺസിലർ ഒന്നുമല്ല, ഞാനൊരു സൈക്കോളജിസ്റ്റ് ഒന്നുമല്ല, അല്ലാതെ പോലെ ഒരു ബുദ്ധിജീവി ഒന്നുമല്ല. ഞാൻ ആരുടെയും പ്രോബ്ലം സോൾവ് ചെയ്യുന്നില്ല. അതൊക്കെ നിങ്ങൾ അവരവർ സ്വയം ചെയ്താണ്ടാണ്. ഇപ്പൊ നമ്മൾക്കൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ സോൾവ് ചെയ്യണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മറ്റാർക്കും നിങ്ങളുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റില്ല. No one can solve your problem. You have to do it yourself. മനസ്സിലായല്ലോ? നെക്സ്റ്റ്, then how do you help them? By listening to them. God has given me 2 ears to listen to others. I hear them out with sympathy and without any judgment. When a person in trouble under a lot of strain finds an outlet for his worries, it relieves half his burden. ഓക്കെ, അപ്പൊ അടുത്തൊരു ചോദ്യം ചോദിക്കുകയാണ് സുധാമൂർത്തി, എന്താണ്, then how do you help them by listening? നിങ്ങൾ ഈ അവരിങ്ങനെ പറയുന്നതൊക്കെ കേട്ടിരുന്നുകൊണ്ട് പിന്നെ എന്താണ് നിങ്ങൾക്ക് അവരെ സഹായിക്കാൻ പറ്റുക? എന്ത് സഹായമാണ് നിങ്ങൾ അതുവഴി ചെയ്യുന്നത്? അപ്പൊ സുധാമൂർത്തി രത്നയുടെ ഉത്തരം ഒരു വലിയ മെസ്സേജാണ്. നമുക്കൊക്കെ എല്ലാ കാലത്തും ഉപയോഗിക്കാൻ പറ്റുന്നൊരു മെസ്സേജാണ്, നമ്മൾ പാലിക്കേണ്ട ഒരു കാര്യമാണ്. God has given me 2 ears to listen others. എനിക്ക് ദൈവം 2 ചെവികൾ തന്നിട്ടുണ്ട്. എന്തിനാണ്? അത് മറ്റുള്ളവരെ കേൾക്കാനാണ്. I hear them out with sympathy and without judgment. ഞാൻ അവരെ ഒരു സിമ്പതിയും കൂടാണ്ട് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് അത് കേൾക്കും. എന്നോട് ആരെന്ത് പറയുന്നു ഞാനത് ഒരേ രീതിയിൽ കേൾക്കും. ഒപ്പം തന്നെ എന്താണ്, ഞാൻ അതിലൊരിക്കലും ജഡ്ജ്മെന്റ് ഉണ്ടാക്കാറില്ല. നീ അങ്ങനെയാണ് ചെയ്തത്, നീ ഇങ്ങനെയാണ് ചെയ്തത് എന്നുള്ള ഒരു ജഡ്ജ്മെന്റ് ഞാൻ നടത്താറില്ല. When a person in trouble or under a lot of strain finds an outlet for his worries, it relieves his half burden. ഏതൊരു മനുഷ്യൻ ടെൻഷൻ ആയി കഴിഞ്ഞാലും എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ പെട്ട് കഴിഞ്ഞാലും അവരൊരു കേന്ദ്രമാണ് അന്വേഷിക്കുന്നത്. എന്തിനാണ്? അവരുടെ
പ്രോബ്ലംസ്, അവരുടെ വിഷമങ്ങൾ ഷെയർ ചെയ്യാനായിട്ട്. അപ്പോൾ അതുവഴി, അങ്ങനെ ഷെയർ ചെയ്യുന്ന വഴി അവരുടെ പ്രോബ്ലംസിന്റെ പകുതി തന്നെ കുറഞ്ഞു കിട്ടും. നമുക്കൊരു വിഷമം ഉണ്ടെങ്കിൽ അത് നമ്മളൊരു മറ്റൊരു വ്യക്തിയോട് പറയുകയാണെങ്കിൽ അത് എത്രയോ കുറയുന്നാണ് പറയുന്നത്. അത് തന്നെയാണ് രത്ന ഇവിടെയും ചെയ്യുന്നത്. I thought for some time and said, but don't you ever break the confidence and tell others by the secrets you hear, even by mistake? No, not even in my dreams. I consider that to be a worst kind of betrayal. I don't think there is a greater sin than betraying someone's confidence. Tell me their worries because they know I will never talk about it or gossip about it to other person. Only when they know their words are secure with me can they talk to me freely. This way I relieve their burden for a short while till they are ready to pick themselves up and carry on their journey. ഈ ഒരു സ്റ്റാൻസ പറയാം. വീണ്ടും സുധാമൂർത്തിക്ക് സംശയമാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾ കേൾക്കുന്ന ഒരു രഹസ്യം, നിങ്ങളോട് വന്ന് പറയുന്ന ഒരാളുടെ രഹസ്യം ഒരു മിസ്റ്റേക്ക് കൊണ്ടെങ്കിലും നിങ്ങൾ മറ്റൊരാളോട് പറയാറില്ലേ? അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ അവരുടെ കോൺഫിഡൻസ് ബ്രേക്ക് ചെയ്യാറില്ലേ? അപ്പൊ നമ്മളോട് ഒരു വ്യക്തി പറയുന്നു, വിശ്വാസത്തോടെ പറയുന്നു, ആ വിശ്വാസം നിങ്ങൾ ഒരിക്കലും തെറ്റിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോ രത്ന പറയാണ്, നോട്ട് ഈവൻ ഇൻ മൈ ഡ്രീംസ്. ഞാൻ എന്റെ സ്വപ്നത്തിൽ പോലും അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ കരുതുന്നത് ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ചതി എന്ന് പറയുന്നത്. നമ്മൾ ഒരു കാര്യം കേട്ട് കഴിഞ്ഞത് മറ്റൊരു വ്യക്തിയോട് പറയുന്നതാണ് ഏറ്റവും വലിയ പാപം, അതേപോലെ തന്നെ ചതി എന്ന് പറയുന്നത്. ഒരാളുടെ കോൺഫിഡൻസ് ബ്രേക്ക് ചെയ്യുക, ഒരാളുടെ വിശ്വാസം ഇല്ലാതാക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ അതൊരിക്കലും ചെയ്യാറില്ല. ഞാൻ ഒരിക്കലും ഒരാളെ കുറിച്ചും ഗോസിപ്പ് പറയാറില്ല. ഒരാളെ കുറിച്ചുള്ള കാര്യം മറ്റൊരാളോട് പറയാറുമില്ല എന്നാണ് പറയുന്നത്. അവര് എന്തു പറയുന്നു അത് എന്നിൽ സെക്വേർഡ് ആണ്. ഞാനത് രഹസ്യമായി തന്നെ വെക്കും. മാത്രമല്ല അവർക്ക് എന്നോട് എത്ര വേണമെങ്കിലും ഫ്രീ ആയിട്ട് സംസാരിക്കാം. അത് ജീവിതാവസാനം വരെ ഞാൻ ആരോടും പറയുകയില്ല, ഒന്നും ചെയ്യുകയില്ല എന്നാണ് പറയുന്നത്. Her words uncannily echoed my grandfather sitting on the stone bench under the banyan tree. Perhaps in their own small ways, without access to great wealth, both these people were doing tremendous social service. No one thought of acknowledging their work or rewarding them for it. But they continued to do so as these acts of kindness gave them joy. If ever now I happen to pass a Horegallu in village, I remember them and wish there were many more in this world. അപ്പോ ഈ രത്നയുടെ വാക്കുകൾ കേട്ടപ്പോ സുധാമൂർത്തിക്ക് ഓർമ്മ വന്നത് തന്റെ ഗ്രാൻഡ് ഫാദറിനെയാണ്. ആ വില്ലേജിലെ ആൾക്കാര് ആ ഹൊറഗല്ലുവിൽ വന്നിരുന്ന് ഗ്രാൻഡ് ഫാദറിനോട് ഓരോ കാര്യങ്ങളും സംസാരിക്കും. ഗ്രാൻഡ് ഫാദർ ഒന്നും മൈൻഡ് ചെയ്യാണ്ട് എല്ലാം കേട്ടിരിക്കുക മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെയാണ് ഇവിടെ രത്നയും ചെയ്യുന്നത്. അതൊരു സോഷ്യൽ സർവീസ് ആണെന്നാണ് പറയുന്നത് ഇവിടെ. സുധാമൂർത്തിക്ക് തോന്നുന്നത് ദിസ് പീപ്പിൾ ആർ ഡൂയിങ് എ ട്രമെൻഡസ് സോഷ്യൽ സർവീസ്. ഇതൊരു സോഷ്യൽ സർവീസ് ആണ് അല്ലെ? മറ്റൊരാളുടെ വിഷമങ്ങൾ കേട്ട് അവരെ സൂത്തൻ ചെയ്യുക, അല്ലെങ്കിൽ അവരെ റിലാക്സ് ചെയ്യിക്കുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. അതിനൊരു റിവാർഡ് എക്സ്പെക്ട് ചെയ്തിട്ടൊന്നുമില്ല. അവരെപ്പോഴും എല്ലാ കാലത്തും ഇത് കണ്ടിന്യൂ ചെയ്യണം. മറ്റുള്ളവർക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. അതുപോലെ ഞാൻ എപ്പോൾ ഹൊറഗല്ലു ഇത് പാസ് ചെയ്യുമ്പോഴും ഞാൻ ഇതൊക്കെ ഓർക്കാറുണ്ട്. ഒപ്പം തന്നെ ഇതുപോലെയുള്ള കാര്യങ്ങൾ ലോകത്തിൽ ഇനിയും ഉണ്ടാവട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നതെന്നും കൂടിയാണ് പറയുന്നത്. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. അതേപോലെ തന്നെ എല്ലാവരുടെ ജീവിതത്തിലും പല പ്രശ്നങ്ങളും ഉണ്ടാവും. അത് ഷെയർ ചെയ്യാനുള്ളതാണ്. പക്ഷെ ഷെയർ ചെയ്യുമ്പോൾ മാത്രമേ അതിന് സൊല്യൂഷൻസ് ഉണ്ടാവും. ഒപ്പം തന്നെ നമ്മളത് കേട്ട് നമ്മളിൽ വെക്കാൻ വേണ്ടി ശ്രമിക്കുക, മറ്റുള്ളവർക്ക് ഹെൽപ്പായി മാറുക. ഓക്കെ, ഇങ്ങനൊരു മെസ്സേജോടൊപ്പം തന്നെ ഒരു കോൺഫിഡൻസ് ബിൽഡിങ്ങിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.